തൃശ്ശൂർ ജില്ലയും ഇത്തവണ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. ഹരീഷ് ചേരുന്നു. ഹരീഷ്, തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പല മണ്ഡലങ്ങളും വളരെ ക്ലാസ് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ മന്ത്രി കെ രാജൻ്റെ മണ്ഡലം, നാട്ടിക, അങ്ങനെ നിരവധി മണ്ഡലങ്ങളുണ്ട്. ഏതായാലും നിലവിലത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ എക്സിറ്റ് പോളുകളൊക്കെ നമ്മൾ കാണുന്നത് UDF കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറയുന്നു. മാത്രമല്ല NDAയുടെ വോട്ട് വിഹിതം വലിയ രീതിയിൽ ക്രമാനുഗതമായി വർദ്ധിച്ചു വരികയും ചെയ്യുകയാണ് എന്നാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഈ അവസാന മണിക്കൂറുകൾ ഫലപ്രഖ്യാപനത്തിന് തൊട്ട് മുൻപുള്ള ഈ സമയത്ത് പങ്കുവയ്ക്കാനുള്ളത്. ലിജിൻ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ തൃശ്ശൂരിൻ്റെ വിധി എഴുതാൻ വേണ്ടി. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ആ ഒരു അവസാന ഘട്ടത്തിലും വലിയ പ്രതീക്ഷ തന്നെയാണ് മൂന്ന് മുന്നണികളും പങ്കുവെക്കുന്നത്. സ്ഥാനാർത്ഥികളും സമാനമായി വലിയ ശുഭപ്രതീക്ഷ പങ്കുവെക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തൃശ്ശൂരിൽ പൊതുവെ കാണാൻ സാധിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് ആ ഒരു സമയത്ത് തന്നെ വലിയ ഒരു ത്രികോണ മത്സരം പല ഇടങ്ങളിലും തൃശ്ശൂരിൽ നമുക്ക് കാണാൻ സാധിച്ചു. പ്രധാനമായി തൃശ്ശൂർ, അതുപോലെ മണലൂർ, നാട്ടിക തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ നമ്മളത് കണ്ടതാണ്. ഒരുപാട് അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കൂടുമാറ്റങ്ങളൊക്കെ ഈ ഒരു മണ്ഡലങ്ങളിൽ നമ്മൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ, വാശിയേറിയ പോരാട്ടമൊക്കെ നടക്കുന്ന ഒരു മൂന്ന് മണ്ഡലങ്ങൾ, തൃശ്ശൂരിലെ 3 മണ്ഡലങ്ങളാണ് ഇവ കേന്ദ്രീകരിച്ചായിരിക്കും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ പ്രവചനാതീതമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഈ ഒരു 3 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും തൃശ്ശൂരിൽ എന്നാണ് പറയാനുള്ളത്. മാത്രമല്ല തൃശ്ശൂരിൻ്റെ പൊതുവെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി LDFിൻ്റെ വലിയൊരു ആധിപത്യം നമുക്ക് കാണാൻ സാധിക്കും. 13 മണ്ഡലങ്ങളിൽ 1 മാത്രമാണ് കോൺഗ്രസിന് കഴിഞ്ഞ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചത്. ബാക്കി 12ഉം LDFിൻ്റെ കയ്യിൽ ഭദ്രമാണ്. ഇപ്പോഴും ആ ഒരു തുടർ ഭരണം നേടിയെടുക്കുക, അല്ലെങ്കിൽ ആ മണ്ഡലങ്ങൾ കൈവിട്ടു പോകാതെ അത് പിടിച്ചു നിർത്തുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കും പ്രധാനമായി LDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുക. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എക്സിറ്റ് പോളുകളൊക്കെ വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല തൃശ്ശൂരിൽ തീർച്ചയായും സീറ്റ് വർധനവ് ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് കോൺഗ്രസ് ഉണ്ട്. കാരണം കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തൃശ്ശൂരിലുണ്ടാക്കിയ ഒരു ഓളം അത് ഇതിൻ്റെ ഒരു സൂചനയായി തന്നെ കാണാൻ പറ്റുമെന്നാണ് നേതാക്കളടക്കം പറയുന്നത്. പ്രധാനമായും കോർപ്പറേഷൻ തിരിച്ചു പിടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ കോൺഗ്രസിൻ്റെ ഒരു വളർച്ച, കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസിൻ്റെ ഒരു വളർച്ച തൃശ്ശൂരിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പൊതുവേ തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ അത് LDFിന് പിന്തുണയുള്ള മണ്ഡലങ്ങളാണ് അധികവും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷേ കോൺഗ്രസിന് സീറ്റ് വർദ്ധിപ്പിക്കാനായിരിക്കും, പക്ഷേ അത് പൂർണ്ണ ഒരു വിജയത്തിലേക്ക് എത്തിക്കാനാകുമോ എന്നുള്ളത് കണ്ടറിയണം. 4 മുതൽ 5 സീറ്റുകൾ വരെയൊക്കെ ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കണക്കുകൾ ഒക്കെ പറയുന്നത്. മാത്രമല്ല LDFിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും ചില കണക്കുകൾ പറയുന്നു. പക്ഷേ NDAയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് സീറ്റ് വർധനവും അതുപോലെ തന്നെ വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. പ്രധാന നേതാക്കളൊക്കെ മത്സരിക്കുന്നുണ്ട്. പത്മജ വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ മത്സരിക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വോട്ട് വർധന തൃശ്ശൂരിലെ മണ്ഡലങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ NDAക്ക് സാധിക്കുമെന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളാണെങ്കിലും അതുപോലെ തന്നെ NDA ഈ ഒരു ഘടകമാണെങ്കിലും അവരുടെ ഈ രാഷ്ട്രീയ നേതൃത്വമാണെങ്കിലും ഒക്കെ നോക്കിക്കാണുന്നത് അത്തരത്തിൽ തന്നെയാണ്. കൂടുതൽ വോട്ടുകൾ ഉണ്ടാക്കുക, കൂടുതൽ ശക്തി തെളിയിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയായിരിക്കും തൃശ്ശൂരിൽ പ്രധാനമായും NDAക്ക് ഉണ്ടാവുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു തുടർ വിജയമൊക്കെ തീർച്ചയായും തൃശ്ശൂരിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ NDA ക്യാമ്പിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും വാശിയേറിയ പോരാട്ടം അല്ലെങ്കിൽ ത്രികോണ മത്സരം ഉണ്ടാകുമെന്ന് പറയാനും കാരണം. മാത്രമല്ല CC മുകുന്ദൻ MLA ഒക്കെ ഈ ഒരു അവസാന ഘട്ടത്തിൽ പാർട്ടി വിട്ട് NDAയിലേക്ക് ചേരുന്നു, അവിടെ സ്ഥാനാർത്ഥിയാകുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പ് അത് വാശിയേറിയ പോരാട്ടമാകും, നിർണായകമാകും. മാത്രമല്ല പ്രവചനാതീതമായ ചില കാര്യങ്ങൾ തൃശ്ശൂരിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ സ്വാഭാവികമായി മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന് തൃശ്ശൂർ മണ്ഡലമാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ പ്രധാനമായും മത്സരിക്കുന്നത് BJPയും കോൺഗ്രസും തമ്മിലാണ്. കാരണം LDF ചിത്രത്തിലില്ല എന്ന് തന്നെ വേണം പറയാൻ. രാജൻ പല്ലലും ഒപ്പം പത്മജ വേണുഗോപാലും തമ്മിലുള്ള വാശിയേറിയ ഒരു പോരാട്ടമാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു കുറച്ച് നാളുകൾ മുന്നേ ഈ ഒരു ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ നമ്മൾ എടുത്ത സമയത്ത് പറഞ്ഞത് പത്മജയ്ക്ക് വലിയ ഒരു സാധ്യതയുണ്ട്, ഒപ്പം തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം പല്ലനും കാഴ്ചവെക്കും എന്നുള്ളതാണ്. കാരണം രണ്ടുപേരും ഈ മണ്ഡലത്തിൽ അത്രത്തോളം പ്രാതിനിധ്യമുള്ള, അത്രത്തോളം പ്രസക്തിയുള്ള സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാശിയേറിയ ഒരു പോരാട്ടം, ടൈറ്റായിട്ടുള്ള ഒരു മത്സരം നമുക്ക് തൃശ്ശൂരിൽ കാണാൻ സാധിക്കും. മാത്രമല്ല കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് പത്മജിക്ക് ലഭിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അതേസമയം രൂപതയുടെ വോട്ടുകൾ ഏറ്റവും നിർണായകമാണ് തൃശ്ശൂരിൽ. കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് രൂപതയുടെ വോട്ടുകൾ വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചു. അത്തരത്തിൽ
രൂപതയുടെ വോട്ടുകൾ അത് രാജൻ പല്ലനാവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നിലവിൽ NDAയുമായി രൂപതയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതിനാൽ തന്നെ സ്വാഭാവികമായും അത് കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആ കോൺഗ്രസിന് വലിയൊരു വിജയം തൃശ്ശൂരിൽ ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച മണ്ഡലങ്ങൾ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലായിരിക്കും കോൺഗ്രസ് ഉണ്ടായിരിക്കുക. പക്ഷേ LDF ഈ മണ്ഡലങ്ങൾ നിലനിർത്തുക. കഴിഞ്ഞ 13 മണ്ഡലങ്ങളിൽ 12 എണ്ണം LDFിന്റെ കാര്യമുണ്ട്. അത് 13 പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലായിരിക്കും ഈ ഒരു LDF ഉണ്ടാവുക. ഒപ്പം NDA വലിയ രീതിയിലുള്ള വോട്ട് വർദ്ധിപ്പിക്കുക, എല്ലാ മണ്ഡലങ്ങളും അവരുടേതായ ശക്തി പ്രകടിപ്പിക്കുക, ശക്തി കാണിക്കുക എന്നീ ലക്ഷ്യത്തിലായിരിക്കും NDA ഉണ്ടാകുക. പ്രത്യേകിച്ചും 2 മന്ത്രിമാരാണ് മത്സരിക്കുന്നത്, കെ രാജൻ ഒപ്പം ആർ ബിന്ദു. ഇവരൊക്കെ കഴിഞ്ഞ ആ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും വാശിയേറിയ പോരാട്ടത്തിനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ലിജി, തീർച്ചയായിട്ടും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മറ്റൊരു ജില്ലയാണ് തൃശ്ശൂർ. പ്രത്യേകിച്ച് തൃശ്ശൂർ, നാട്ടിക, കയ്പമംഗലം, ഇരിങ്ങാലക്കുട അടക്കമുള്ള മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെ തികഞ്ഞ വിജയപ്രതീക്ഷ 2 മുന്നണികളും വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നാളെ രാവിലെ വരെ കാത്തിരിക്കേണ്ടി വരും.